Hi friends, welcome to Vaab Creation. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിക്ടോറിയ പ്ലാന്റിനെ കുറിച്ചാണ്. നമ്മുടെ അക്വാട്ടിക് ഗാർഡനിൽ ഒരുപാട് പ്ലാന്റ് ഇല്ലെങ്കിലും വിക്ടോറിയ പോലുള്ള ഒരു ഹ്യൂജ് പ്ലാന്റ് നമ്മുടെ അക്വാട്ടിക് ഗാർഡനിലുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ ഗാർഡനിലെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള വിക്ടോറിയ പ്ലാന്റ് കെയറിങ്ങിനെ കുറിച്ചും അതിൻ്റെ സ്വീറ്റ് ജെർമിനേഷനെ കുറിച്ചുമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിനായിട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വിക്ടോറിയ പ്ലാന്റ് എന്നുള്ളത് പരിചയപ്പെടാം. ഏറ്റവും വലിയ വാട്ടർ ലില്ലിയാണ് വിക്ടോറിയ. വാട്ടർ പ്ലാന്റ് ഫാമിലി ട്രീയിൽ നിംഫിയാസിസ് എന്നറിയപ്പെടുന്നു. 1801 തെക്കേ അമേരിക്കയിലാണ് വിക്ടോറിയ വാട്ടർ ലില്ലി കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ ലോകത്തിൻ്റെ ഭാവനയെ പിടിച്ചു കിട്ടിയ വാട്ടർ ലില്ലിയാണ് വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിലാണ് ഇത് ആദ്യമായി പൂത്തത്. അതിൻ്റെ വലുപ്പത്തിലും പൂക്കളുടെ ഭംഗിയിലും ആവേശത്തിൻ്റെ ഒരു തരംഗത്തെ തന്നെ സൃഷ്ടിച്ചു. വിക്ടോറിയ ജനുസിൽ 3 സ്പീഷീസുകളാണ് ഇന്ന് നമുക്കുള്ളത്. ഒരിക്കൽ വിക്ടോറിയ റിജിയ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വിക്ടോറിയ ആമസോണിക്ക. ശക്തമായ ആമസോൺ നദിയുടെ ശാന്തമായ കുളങ്ങളിൽ വളർന്നിരുന്ന ഒന്നാണ് വിക്ടോറിയ ആമസോണിക്ക. വിക്ടോറിയ ആമസോണിക്കയുടെ പാഡുകൾ ഡാർക്ക് റെഡിഷ് മെറൂൺ കളറുള്ളതാണ്. മെച്ചുവേർഡായ വിക്ടോറിയ ആമസോണിക്ക പ്ലാന്റിൻ്റെ ലീഫ് 9 ഫീറ്റ് ഡയമീറ്റർ വരെ വലുതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം പ്ലാന്റ് എത്രത്തോളം വലുതാണെന്ന്. വിക്ടോറിയ ആമസോണിക്കയ്ക്ക് വളരെ ചെറിയ റിമുകളാണുള്ളത്. വിക്ടോറിയ ആമസോണിക്ക ഒരു നൈറ്റ് ബ്ലൂമർ പ്ലാന്റ് ആണ്. ഫസ്റ്റ് ഡേ വൈറ്റ് കളറും സെക്കൻഡ് ഡേ പിങ്ക് ടു ഡാർക്ക് റെഡിഷ് മെറൂൺ കളറുമാണ് വരുന്നത്. അത് നമ്മുടെ വാട്ടർ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡാർക്ക് മെറൂൺ കളർ വരുന്നത്. അടുത്ത സ്പീഷീസ് ആണ് വിക്ടോറിയ ക്രൂസിയാന. മുമ്പ് ട്രിക്കറി എന്ന് വിളിക്കപ്പെട്ടിരുന്ന വെറൈറ്റിയാണ് വിക്ടോറിയ ക്രൂസിയാന. അർജന്റീനയിലെയും പരാഗ്വേയിലെയും തണുത്ത കാലാവസ്ഥയിൽ വസിച്ചിരുന്നു. വിക്ടോറിയ ക്രൂസിയാനയുടെ പാഡുകൾ പച്ച കളറാണ്. മെച്ചുവേർഡായ വിക്ടോറിയ ക്രൂസിയാനയുടെ ലീഫ് 6 ഫീറ്റ് ഡയമീറ്റർ വരെ വലുതാണ്. ആമസോണിക്കയെ അപേക്ഷിച്ച് വിക്ടോറിയ ക്രൂസിയാന വളരെ ചെറിയ പ്ലാന്റ് ആണ്. വിക്ടോറിയ ക്രൂസിയാനയുടെ റിമുകൾ വളരെ വലുതാണ്. എല്ലാ വിക്ടോറിയ പ്ലാന്റുകളും നൈറ്റ് ബ്ലൂമർ ആണ്. ഫസ്റ്റ് ഡേ വിക്ടോറിയ ക്രൂസിയാനയുടെ ഫ്ലവർ പ്യുർ വൈറ്റ് കളറും സെക്കൻഡ് ഡേ സോഫ്റ്റ് ബേബി പിങ്ക് കളറുമാണ്. തേർഡ് സ്പീഷീസ് ആണ് വിക്ടോറിയ ബൊളീവിയാന. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതെന്ന് കരുതാവുന്ന വാട്ടർ ലില്ലിയാണ് ബൊളീവിയയിലുള്ള ബൊളീവിയാന. ഇത് ബൊളീവിയ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു നേറ്റീവ് വെറൈറ്റിയാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നതാണ് വിക്ടോറിയ ഡ്രീമർ. ഇത് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിക്ടോറിയ ഡ്രീമർ. ബ്ലാക്ക് വിക്ടോറിയ എന്നും അറിയപ്പെടുന്നു. വിക്ടോറിയ പ്ലാന്റിൻ്റെ മുകൾ വശം ഒഴിച്ച് ബാക്കി എല്ലാ വശങ്ങളിലും നിറയെ മുള്ളുകളാണ്. ലീഫിൻ്റെ അടിവശത്തും മുട്ടുകളിലും തണ്ടുകളിലും നിറയെ മുള്ളുകൾ ഉണ്ട്. നമുക്കൊരുപാട് വിക്ടോറിയ ഹൈബ്രിഡ്സ് കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഹൈബ്രിഡാണ് വിക്ടോറിയ ലോങ്വുഡ്, വിക്ടോറിയ ചലഞ്ചർ, വിക്ടോറിയ ഡിസ്കവറി, വിക്ടോറിയ അഡ്വഞ്ചർ, വിക്ടോറിയ അറ്റ്ലാന്റിസ്, വിക്ടോറിയ കൊളംബിയ. മറ്റ് ഹൈബ്രിഡുകളിൽ നിന്നും കിട്ടുന്നത് പോലെ വിക്ടോറിയ പ്ലാന്റിൽ നിന്ന് ട്യൂബറുകളോ ബൾബുകളോ ഒന്നും പ്രൊപ്പഗേഷനായിട്ട് കിട്ടില്ല. വിക്ടോറിയ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ അതിൻ്റെ സീഡിൽ കൂടിയാണ്. വിക്ടോറിയ പ്ലാന്റിൻ്റെ സീഡ് വളരെ ചെറുതാണ്. ഇത് നമ്മളെപ്പോഴും വെള്ളത്തിലോ മോയിസ്റ്റായിട്ടോ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ സീഡ് ഡെഡായി പോകും. ഇനി നമുക്ക് വിക്ടോറിയ സീഡിൻ്റെ ജെർമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് വിക്ടോറിയ സീഡ്. വിക്ടോറിയ സീഡ് ജെർമിനേഷൻ ഇടുന്നതിന് മുൻപ് അതിലൊരു ഒപ്പർക്കുലം എന്ന് പറഞ്ഞുള്ള ഒരു പോർഷൻ ഉണ്ട്. അത് നമ്മളിങ്ങനെ നിക്ക് ചെയ്ത് കളയണം. അപ്പോൾ അത് നിക്ക് ചെയ്ത് കളയാനായിട്ട് നമ്മൾ വല്ല സേഫ്റ്റി പിന്നോ എന്തെങ്കിലും പിന്നോ ഉപയോഗിച്ചിട്ടാണ് അത് നിക്ക് ചെയ്ത് കളയണത്. അപ്പോൾ നമുക്കത് എങ്ങനെ നിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആ ഒരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു ഇങ്ങനെ എഡ്ജ് പോലെ നിൽക്കുന്ന സൈഡിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് ഒപ്പർക്കുലം ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. വളരെ സിമ്പിളായി തന്നെ നിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പർക്കുലം ഓപ്പൺ ആവും. അധികം ബലം പിടിക്കുമ്പോൾ സേഫ്റ്റി പിന്ന് താഴേക്ക് പോകാനും സീഡ് ഡെഡായി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പതിയെ തന്നെ സേഫ്റ്റി പിന്ന് ഉപയോഗിച്ച് നിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെയാണ് നമുക്ക് ഒപ്പർക്കുലം ഓപ്പൺ ആക്കി എടുക്കേണ്ടത്. ചെറുതായിട്ടൊന്ന് നിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഒന്നുകൂടി ഒരു സൈഡും കൂടി നമുക്ക് എടുത്ത് നോക്കി നോക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതിൻ്റെ ഒപ്പർക്കുലം ഓപ്പൺ ആവും. ഇങ്ങനെ ഒപ്പർക്കുലം ഓപ്പൺ ആയിട്ട് ജെർമിനേഷൻ ഇടുമ്പോഴാണ് ജെർമിനേഷൻ റേറ്റ് കുറച്ചും കൂടി കൂടുതൽ വരുന്നത്. അല്ലാതെ നമ്മൾ സാധാരണ ഇടുകയാണെന്നുണ്ടെങ്കിൽ ജെർമിനേഷൻ ചാൻസ് കുറച്ച് കുറവാണ്. ഇങ്ങനെ ഒപ്പർക്കുലം ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഫ്ലോട്ടിങ്ങിലിടാം. 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് ആ സീഡിലൊരു ഫംഗസ് മാതിരി ഒരു ചെറിയൊരു ജെല്ല് രൂപത്തിൽ കാണാൻ പറ്റും. അതാണ് സീഡ് ജെർമിനേഷൻ ആയതിൻ്റെ ലക്ഷണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-12 ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടിയും അത് വലുതാവും, ഗ്രോത്ത് കുറച്ചും കൂടി വലുതാവും. പിന്നെ അത് ഒരു 10-12 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ചെറിയൊരു ലീഫ് ഫോം ചെയ്ത് തുടങ്ങും. അങ്ങനെ
ഒരു 20 ദിവസം വരുമ്പോൾ ഒരു 2-3 ലീഫും കുറച്ച് റൂട്ട്സൊക്കെ ആയിട്ട് 20 ദിവസം 25 ദിവസമൊക്കെ ആകുമ്പോഴേക്കും അതിൽ കുറച്ച് റൂട്ടും ഒരു 3 ലീഫിൻ്റെ ഒക്കെ ഒരു മെയിൻ ലീഫല്ല, ചെറുതായിട്ട് ലീഫ് ഷേപ്പിലുള്ള നാര് പോലെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. വിക്ടോറിയ പ്ലാന്റ് നമ്മളെപ്പോഴും പോട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ചെറിയ പോട്ടിലാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ പോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ പോട്ടാണ്. പിന്നെ പോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത് ചെളി നിറഞ്ഞ മണ്ണാണ്, പാടത്തു നിന്നുള്ള ചെളി മണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോട്ടിൽ ചെടി വെച്ചതിന് ശേഷം പ്ലാന്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഈ റൂട്ട് മാത്രം മണ്ണിനടിയിൽ പോകുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ റൂട്ട് അതിലിറക്കി വെക്കുക, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതിൻ്റെ സ്റ്റോറേജ് പോർഷൻ ഉണ്ടല്ലോ, സീഡ് പോർഷൻ, അവിടെയാണ് നമ്മുടെ ഈ പ്ലാന്റിന് ആവശ്യമായിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് അടിയിൽ പോവാതെ സീഡ് പോർഷൻ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി 3 ലീഫും മുകളിൽ നിൽക്കുന്നുണ്ട്, ഈ സീഡിൻ്റെ പോർഷനും മുകളിൽ വരാവുന്ന രീതിയിലാണ് നമ്മൾ സീഡ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ചെറിയ പാത്രത്തിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ പാത്രമായിരുന്നു. അപ്പോൾ 8 ഇഞ്ചിൻ്റെ പാത്രത്തിലാണ് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാട്ടർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ചെറിയ പാത്രത്തിലാണ് ഇത് ഇറക്കി വെച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് 3-4 ഇലകളൊക്കെ മെയിൻ ഇലകളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് 4 ഇഞ്ചിൻ്റെ പാത്രം മാറ്റിയിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ പാത്രത്തിലേക്ക് വേണമെങ്കിൽ മാറ്റി നടാവുന്നതാണ്. അതിനുശേഷം പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ചാണ് ഏറ്റവും വലിയ പാത്രത്തിലേക്ക് വെക്കേണ്ടത്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുളത്തിൽ ഇറക്കി വെക്കാവുന്ന സമയത്താണ് ഏറ്റവും വലിയ ടബ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് വരുന്നത് ഒരു 11 ഇഞ്ച് ഹൈറ്റുള്ള ടബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം വിക്ടോറിയ പ്ലാന്റ് ഏറ്റവും വലിയ ലീഫുള്ള ഏറ്റവും വലിയ വാട്ടർ ലില്ലിയാണ്. അപ്പോൾ അതിന് നമുക്ക് അതിൻ്റേതായ സ്ഥലം കൊടുക്കണം വളരാനായിട്ട്. വിക്ടോറിയ പ്ലാന്റ് നല്ല രീതിയിൽ വളരാനായിട്ട് മിനിമം നമുക്ക് 10x10 സൈസിലുള്ള പോണ്ട് അത്യാവശ്യമാണ്. എന്നിരുന്നാലും 2 ഫീറ്റിൻ്റെ പോട്ടിലും ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. നല്ല വലിയ ലീഫ് കിട്ടില്ലെങ്കിലും ചെറിയ ലീഫായിട്ടാണ് ഇത് വളരുന്നത്. വിക്ടോറിയ ക്രൂസിയാന 2 അടിയുടെ ബാരലിലും ഫ്ലവർ കിട്ടുന്നുണ്ട്. ആമസോണിക്കയും ഡ്രീമറും അത്യാവശ്യം സ്പേസ് കൊടുത്താൽ മാത്രമാണ് ഫ്ലവർ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വിക്ടോറിയ പ്ലാന്റിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്